അങ്ങോട്ടേ വാ. അവിടെ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനിവിടെ ഒരു താജ്മഹൽ സൃഷ്ടിക്കും. അവസരം എനിക്കിത് അവസരം കിട്ടാറില്ല. എനിക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിതാ എൻ്റെ ഇപ്പം ബാക്കിലൂടെ ഒന്ന് പാസ്സായി പോയിട്ടുണ്ട്. ഞാൻ പാലൂട്ടി തേനൂട്ടി പോറ്റി വളർത്തിയ എൻ്റെ ഗാർഗി. അപ്പം ഇവള് കാരണം നമുക്കിവിടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒന്നും ഒരു സംഭവം മാറി അങ്ങനെയല്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഡാൻസ് ഇവിടെ കളിക്കുകയാണ്. ഇപ്പോൾ ഡാൻസ് കളിക്കുമ്പോഴത്തേന് ഗാർഗി നോ രക്ഷ. ഗാർഗി വന്നിട്ട് നമ്മളെ അത് തടസ്സപ്പെടുത്തും. ഇങ്ങനെ അവളെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്നപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ പോലും അവള് സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. ടിൻചൻ എൻ്റെ ഇങ്ങനെ ഷോൾഡർ കൈ വെക്കാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു. അതായത് അത്രയും പ്രൊട്ടക്ഷൻ, അമ്മുന് അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ആയിരുന്നു ഇവള് കൊടുത്തോണ്ടിരുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ ഗാർഗിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന പോലെ നമുക്കൊന്ന് അഭിനയിക്കാം. അപ്പൊ ഗാർഗി എങ്ങനെ വന്ന് റിയാക്ട് ചെയ്യുന്ന നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും വെൽക്കം ചെയ്താലും. ഓക്കെ, റെഡി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ അഭിനയം കളരി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഗാർഗി അത് കറങ്ങി അടിച്ചിറങ്ങും. അതെ, അവൾക്ക് അവളുടെ ഓരോരോ മൂഡാണ്. അപ്പൊ ആ മൂഡ് അനുസരിച്ച് അവള് വരികയുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കാം. അപ്പൊ എല്ലാവരും വെൽക്കം ചെയ്തോളൂ. അപ്പൊ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, തുടങ്ങാം. ഗാർഗി വന്ന് ബാക്കിൽ സെറ്റ് നിൽപ്പുണ്ട്. നമ്മള് പാട്ട് വെച്ച് തുടങ്ങിയപ്പോ തന്നെ ഇവൾക്ക് സംഭവം മനസ്സിലായി. അവിടെ വന്നിട്ട് നിപ്പുണ്ട്. നമുക്ക് അത് ഇട്ട് തുടങ്ങാം. മ്യൂസിക് പ്ലേ ആവത്തില്ലല്ലോ. ഓക്കെ, തുടങ്ങാം. റെഡി? ഓക്കെ, ഓണാക്കട്ടെ. ഗാർഗി എന്തോ ആലോചിച്ചോണ്ട് ഇപ്പുണ്ട് കേട്ടോ. അതായത് വലിയ ഡാൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ഗാർഗി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടേ. തുടങ്ങാം. അരങ്ങുന്നില്ല. ഇനി മെയിൻ സാധനം ഇടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ക്യാമറ പോയി. ഗാർഗി ഇവിടെ ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഗാർഗി റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് വല്ല പറ്റുമോടി? ഗാർഗിയുടെ ഒരു മെയിൻ എക്സ്പ്രഷൻ കാണിച്ചു തരാവേ. അതായത് അമ്മു വിളിക്കുമ്പോഴത്തേനും ഗാർഗി കാണിക്കുന്നേ. നോക്കിക്കോ. കാണിക്കോ. മതി, തീർന്നു. അതെ, പിന്നെ ജാടയാ കേട്ടോ. അഭിനയിക്കാൻ പറഞ്ഞു, അവളെ കുറച്ച് അഭിനയിച്ചു. അവളുടെ റോള് കഴിഞ്ഞു. ഓക്കെ, ഐസ്ക്രീം മേടിച്ചു തരാം. താങ്ക് യു. കൈ തന്നെ അഭിനയിച്ചതിന് താങ്ക് യു. ഓക്കെ, അടിപൊളി. മതി. ഓവർ ആക്ടിങ് പാടില്ല. സോ ഇതാണ് അവസ്ഥ. അതായത് ഇനി വേണ്ട, ഇനി ഞാൻ മടുത്തു. എനിക്ക് നിന്നെ പൊക്കാൻ വയ്യ. അതായത് ഇവളുടെ മതി, ഇത് മതി. വേണ്ട. ബാബാ ഗാഗി മോളെ. അതായത് ഇതിൻ്റെ അകത്ത് മെയിനുള്ള ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ശരിക്കും നമ്മുടെ ഡാൻസ് കളിക്കാൻ ഉപദ്രവിക്കുന്നതല്ല. ഇവളും നമ്മളോട് എൻജോയ് ചെയ്യും. പക്ഷേ അതായത് ഉപദ്രവം പോലെയുള്ള ഒരു ആക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം പ്രൊട്ടക്ഷൻ. അതായത് ഇവളുടെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫുഡ് ഞാൻ കൊടുക്കണം, വെള്ളം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം, ഞാൻ വരെ കുളിപ്പിക്കണം. പക്ഷേ എനിക്ക് ഒരാളെയും തൊടാനോ ആരും ഉപദ്രവിക്കാൻ, അതായത് മീൻസ് വഴക്കുണ്ടാ. അതെന്താന്നറിയോ, ഈ വീട്ടിൽ അപകടകാരി. അതായത് ഇവള് പറയുമ്പോഴത്തേന് എടി നീ പറയുമ്പോഴും ടോട്ടൽ ആരെ ഉപദ്രവിക്കാൻ പാടില്ല. അതാണ് അവളുടെ ഒരു കൺസെപ്റ്റ്. എല്ലാവരും വളരെ അച്ചടക്കത്തോടെ മാറി ഒരിടത്ത് ഇരുന്നോണം. ഡാൻസ് ഒക്കെ കളിച്ചോ നോ ഇഷ്യൂ. അതെ, അവളെ പോലെ നമ്മൾ ഇരിക്കണം. ഇപ്പൊ നമ്മൾ സൈലന്റ് ആയിട്ട് ഇവിടെ വന്ന് ഡാൻസ് ഒക്കെ നമ്മളിങ്ങനെ ആക്ഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നോ ഇഷ്യൂ, നിങ്ങൾ കണ്ടില്ലേ. പക്ഷെ നമ്മൾ ഒരു ഡേഞ്ചർ ആയിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ സാധനം സീനാവും. സോ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതെ, അത് കമന്റ് ആയിട്ട് അറിയിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കിവിടെ അവസരം കിട്ടാറില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ താജ്മഹൽ സൃഷ്ടിച്ചേരെ. ഇങ്ങനെ കഴിഞ്ഞാൽ കുറേ താജ്മഹൽ സൃഷ്ടിക്കും. എനിവേ, ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഗാർഗിയുടെ ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു റിയാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു വ്ലോഗ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മടുത്തു. ഇന്നത്തേക്കിന് ഞങ്ങൾ യാത്രയാവണം. നാളെ നിങ്ങളെല്ലാവരും വരണം. ഇതുവരെ കൂടെ എന്നതിനും താങ്ക് യു. അപ്പം നാളത്തെ വീഡിയോയിലെല്ലാം വരണം കേട്ടോ.
ഓക്കെ അപ്പം വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ. ബൈ.